റോയ് ആത്മഹത്യ ചെയ്തത് നാം ഇതുവരെ കേട്ട വിവരമനുസരിച്ച് ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് തൻ്റെ മുറിയിലേക്ക് പോയി കതകടച്ച് സൈലൻസറുള്ള തോക്കെടുത്ത് വെടിവെച്ചു എന്നാണ്. മനസ്സിലാകാത്തൊരു സംഗതി, ഒരു വ്യവസായ പ്രമുഖൻ എന്തിനാണ് സൈലൻസറുള്ള തോക്ക് വയ്ക്കുന്നത്? സാധാരണത്തിൽ സൈലൻസറുള്ള തോക്ക് സൂക്ഷിക്കുന്നത് വളരെ തീവ്രവാദികളോ അല്ലെങ്കിൽ ക്രിമിനലുകളോ അങ്ങനെ പെട്ടെന്ന് പിടിയിൽപ്പെട്ടാൽ ആത്മഹത്യ ചെയ്ത് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണ്. സ്വയം രക്ഷയ്ക്ക് വേണ്ടി തോക്ക് ഉപയോഗിക്കുന്നവരൊരിക്കലും സൈലൻസറുള്ള തോക്ക് വയ്ക്കാറില്ല. അപ്പോൾ എന്തിനാണ് സൈലൻസറുള്ള തോക്ക് കയ്യിൽ വെച്ചത് എന്നുള്ളത് ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. തിരുവനന്തപുരത്തുള്ളവർക്കറിയാം, ഇവിടെ കഴക്കൂട്ടത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഒരു ഫ്ലാറ്റ് 2000 ആണ്ടിൻ്റെ തുടക്കത്തിൽ ഏകദേശം 2003-2004 കാലഘട്ടത്തിൽ ആരംഭിച്ചു. ഇന്നത് ഒരു 4-5 ബ്ലോക്കുകളുള്ള ഒരു വലിയ സമുച്ചയമായിട്ട് അവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഈ നിർമ്മാണം 2007-2008 സമയത്ത് തകർന്ന് തരിപ്പണമായിരുന്നു. അവർ പണി പൂർത്തിയാക്കിയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആളുകളുടെ കയ്യിൽ നിന്ന് മുഴുവൻ പണവും വാങ്ങി. പിന്നീട് അവിടെ താമസിക്കാൻ നിന്നവർക്ക് മനസ്സിലായി അവിടെ വൈദ്യുതിയില്ല, വെള്ളമില്ല, പലതരത്തിലുള്ള സീവറേജ് കണക്ഷനില്ല, ഡ്രെയിനേജ് ഇല്ല. ഇങ്ങനെയുള്ളതെല്ലാം തിരിച്ചറിഞ്ഞ അവസാനം അതായത് ഓരോരുത്തരും നമുക്കറിയാം, ഓരോ വീടുകൾ ഓരോരുത്തർ വാങ്ങുന്നത് അവരുടെ ജീവിതകാലം മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ചിട്ടാണ്. ഞാൻ മനോരമയിൽ ജോലി ചെയ്യുന്ന കാലത്ത് അവിടെ നിക്ഷേപകരായി വന്നിരുന്ന അവിടുത്തെ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഓനിക്സ് DE ഗ്രൂപ്പ് ബിൽഡിങ്ങുകളുടെ ക്ലയൻസ് ആയിരുന്ന ആളുകൾ അവരുടെ പണം മുഴുവൻ അതിന് നിക്ഷേപിച്ചിട്ട് അവസാനം വീട് പോലും ഇല്ലാതെ പൂർത്തിയാക്കാത്ത വീടിൻ്റെ മുന്നിൽ വളരെയേറെ വേദനിച്ച് നിൽക്കുന്ന ആ ക്ലയൻസിനെ ഞാൻ ഓർക്കുകയാണ്. ആ ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ തകർച്ചയ്ക്ക് കാരണം ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് എന്ന്, അല്ലെങ്കിൽ റോയ് ആണ് എന്ന് അക്കാലം മുതലേ കേട്ടിരുന്നു.